ഇത് നമുക്ക് മത്തങ്ങ അരിശ്ശൂരി നല്ല രുചികരമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതേപോലെ കമൻറ്റും ചെയ്യുക, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ ഈ വലുപ്പത്തിലുള്ള മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. മത്തങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട, മത്തങ്ങ അരിശ്ശൂരിക്ക് എരിവ് കുറഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, മത്തങ്ങയുടെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിൽ 4 വിസിലാകുമ്പോഴേക്കും മത്തങ്ങ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ വേവിക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 4 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അത് നല്ലതുപോലെ വെന്താൽ നമ്മൾ തവയുണ്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടുന്നതാണ്. ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ 1/4 കപ്പ് തേങ്ങ, അതേപോലെ 1/2 ടീസ്പൂൺ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, 1 അല്ലി ചുവന്നുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേങ്ങ അരഞ്ഞു വരണം. തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ അരപ്പ് ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളത് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് പരമാവധി കരിയാതെ തന്നെ എടുക്കാൻ നോക്കുക. തേങ്ങയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. മൂത്തിരിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ മത്തങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം സൂക്ഷിച്ചൊഴിക്കുക. ഇനി ഇത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ അരിശ്ശൂരി റെഡി ആവുന്നതാണ്. അപ്പോൾ ഇതാ മത്തങ്ങ അരിശ്ശൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.